നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 2022 തന്നെ വന്ന ഇൻഷുറൻസിൻ്റെ ചാപ്റ്ററിൽ 5 മാർക്കിൻ്റെ വന്നൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. ഈ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, ഇലസ്ട്രേഷൻ 6 ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മീര ലിമിറ്റഡ് എന്നാണ്, പക്ഷേ നമ്മുടെ ടെക്സ്റ്റിൽ ഈ സെയിം ക്വസ്റ്റ്യൻസ് സന്ദീപ് ഹാസ് ഹോൾസെയിൽ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സെയിം എമൗണ്ടുകളൊക്കെ സെയിം ആണ്, ആ പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. പേജ് നമ്പർ 316 ജയൻ സാറിൻ്റെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 316 ഇല്ലസ്ട്രേഷൻ 6 ഇൻഷുറൻസ് ക്ലെയിമിലെ ഇല്ലസ്ട്രേഷൻ 6 ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് പർച്ചേസ് തന്നിട്ടില്ല ഈ പ്രോബ്ലത്തിൽ, പക്ഷേ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സും തന്നിട്ടുണ്ട്. നമ്മൾ +2 തുടങ്ങി പഠിക്കുന്നതാണ്. പർച്ചേസ് കണ്ടുപിടിക്കാൻ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും സെയിൽസ് കണ്ടുപിടിക്കാൻ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടുമാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അത് ഇവിടെ നമ്മൾക്ക് ക്രെഡിറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരച്ച് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? പർച്ചേസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. മീര ഹാസ് എ ഹോൾസെയിൽ ഷോപ്പ് ഗാർമെൻറ്റ്സ് on 30/9/2017. A fire occurred at her warehouse and the greater portion of stock was destroyed. Value of stock salvaged 5,940. Insurance policy for stock destroyed was for 4,50,000. സമ്മറൈസ്ഡ് ട്രേഡിംഗ് അക്കൗണ്ട് 2016 ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ട്രേഡിംഗ് അക്കൗണ്ട്, പഴയ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കേണ്ട കാര്യമില്ല. ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, സെയിൽസ്, പർച്ചേസ് ഒക്കെ തന്നിട്ടുണ്ട്, നമുക്കറിയാം. സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും ക്രെഡിറ്റ് സൈഡിൽ എഴുതി അത് ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഇവരത് പെട്ടിയിൽ തരാതെ ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് തന്ന് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണത് എങ്ങനെയാണ്? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്? 2,25,000 ഡിവൈഡഡ് ബൈ 15 ലക്ഷം ആ വർഷത്തെ സെയിൽസ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 15% എന്ന് കിട്ടും. എന്ത്? ഗ്രോസ് പ്രോഫിറ്റ്. പിന്നെ നമുക്ക് തന്നേക്കുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അത് വെച്ചിട്ട് നമ്മൾ പർച്ചേസ് കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ നമ്മൾ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കണത് എന്ത് കണ്ടുപിടിക്കാനാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കാനാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഫയർ ഒക്കർ ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ടായോ, എത്ര സ്റ്റോക്ക് നഷ്ടം വന്നോ അതറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് വരച്ച് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഇവിടെ നമ്മൾ ഏറ്റവും ആദ്യം മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കാനും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്ലെയിം ചെയ്യാനുള്ള സ്പേസ് വിട്ടിട്ട് താഴെ വർക്കിംഗ് നോട്ടായിട്ട് നമ്മൾ പർച്ചേസ് കണ്ടുപിടിക്കണം. വർക്കിംഗ് നോട്ടായിട്ട് എന്ത് വരയ്ക്കണം? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരച്ച് എന്ത് കണ്ടുപിടിക്കണം? പർച്ചേസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് എവിടെയാണ് നമ്മൾ എഴുതണത്? ക്രെഡിറ്റേഴ്സിൻ്റെ ബാലൻസ് B/D എവിടെ വരും? ക്രെഡിറ്റ് സൈഡിൽ വരും. അപ്പോൾ ബൈ ബാലൻസ് B/D 1,13,000. പിന്നെ ഇവിടെ പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 75,000 തന്നിട്ടുണ്ട്. ടു ബാങ്ക് പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ജേണൽ എൻട്രി എന്താ? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ടു ബാങ്ക് 80,010. പിന്നെ നിങ്ങൾ ജേണൽ എൻട്രി ഒന്നും ഓർക്കാനുള്ള അല്ലെങ്കിൽ അത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി. ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ വരും. ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ ഏറ്റവും അടിയിലായിട്ട് വരും. ടു ബാലൻസ് C/D. പിന്നെ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് വരും? ടു ബാങ്ക് എന്ന് വരും. ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ടു ബാങ്ക് 80,010. ഇനി ടു ബാലൻസ് C/D നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ 1,15,490. ഇനി എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടലിൽ നിന്ന് ക്രെഡിറ്റ് സൈഡിൽ 1,13,000 കുറയ്ക്കുമ്പോൾ നമുക്ക് പർച്ചേസ് 82,500 എന്ന് കിട്ടും. ഇനി നമ്മൾ മെമ്മോറാണ്ടം ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് വേണം. നമുക്കറിയാലോ 2016 ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും ഈ വർഷത്തെ എന്ത്? ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ 2016 ക്ലോസിംഗ് സ്റ്റോക്ക് ടെക്സ്റ്റിൽ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 3,93,750. അപ്പോൾ അത് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് എഴുതി. പർച്ചേസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 82,500, അതും എഴുതി. ഗ്രോസ് പ്രോഫിറ്റ് നമുക്കറിയാം എത്രയാണ്? 15%. എങ്ങനെ കണ്ടുപിടിച്ച്? പഴയ ഗ്രോസ് പ്രോഫിറ്റ് 2,25,000 ഡിവൈഡഡ് ബൈ പഴയ സെയിൽ, കഴിഞ്ഞ വർഷത്തെ സെയിൽ 15 ലക്ഷം ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കിട്ടും. ഈ വർഷത്തെ സെയിൽ, ഈ ഫയർ ഒക്കർ ചെയ്ത വർഷത്തെ സെയിൽ നമുക്ക് തന്നിട്ടുണ്ട് 75,000. അപ്പോൾ 75,000-ൻ്റെ 15% 11,250. നമുക്ക് എന്ത് കിട്ടും?
പ്രോഫിറ്റ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. അതിൽ നിന്ന് ക്രെഡിറ്റ് സൈഡിലുള്ള സെയിൽസ് കുറയ്ക്കുമ്പോൾ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് 4,12,500 കിട്ടും. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്ലെയിം എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഇതിൻ്റെയൊക്കെ പ്രോബ്ലം വൈസ് വീഡിയോസ് ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുക. ഞാൻ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബുക്ക് വാല്യൂ നമുക്ക് കിട്ടി 4,12,500 കിട്ടി. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? സ്റ്റോക്ക് സാൽവേജ്ഡ് കുറയ്ക്കണം. സ്റ്റോക്ക് സാൽവേജ്ഡ് കുറയ്ക്കുമ്പോൾ നമുക്ക് ലോസ് ഓഫ് സ്റ്റോക്ക് കിട്ടും. അപ്പോൾ 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. 15 മാർക്കിൻ്റെ ഒരു എസ്സേയും പ്രതീക്ഷിക്കാം. 15 മാർക്കിൻ്റെ സ്ഥിരം വരുന്ന ഒരു എസ്സേ ഉണ്ട്. ആ മോഡലേ വരുള്ളൂ. അത് ഇപ്പോൾ 2022 ടെക്സ്റ്റിലുള്ള സെയിം ക്വസ്റ്റ്യനാണ് എസ്സേ ആയിട്ട് വന്നേക്കുന്നത്. അല്ലെങ്കിൽ ഈ സെയിം ക്വസ്റ്റ്യൻ, ഈ മോഡൽ അതൊക്കെ തന്നെ എമൗണ്ട് മാത്രം മാറ്റി കൊടുത്തിട്ടാണ് എക്സാമിന് പൊതുവേ വരാറ്. അപ്പോൾ നമുക്ക് അടുത്തത് ആ പ്രോബ്ലം നമുക്ക് നോക്കാം. 15 മാർക്കിൻ്റെ ഇൻഷുറൻസ് ക്ലെയിമിൽ നിന്ന് വന്ന ക്വസ്റ്റ്യനാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഇത് ടെക്സ്റ്റിലുണ്ട്. ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസിയുടെ പ്രോബ്ലമാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നത്. മിക്കവാറും 15 മാർക്കിൻ്റെ അതാണ് വരാറ്. ഇനി ഈ ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി കാണാനായിട്ട് ഒരു പ്രൊസീജിയർ ഉണ്ട്. പ്രൊസീജിയർ ഫോർ ക്ലെയിം ഓൺ ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റിലൊരു ബോക്സിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ തിയറി 5 മാർക്കിൻ്റെ ചോദിക്കാറുണ്ട്. ആ പ്രൊസീജിയർ അത് പഠിക്കണം. ആ പ്രൊസീജിയർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 ആയിട്ട് അത് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ അത് ഓൾറെഡി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ അത് കാണുക. എന്നിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കാൻ. ജസ്റ്റ് ആ സ്റ്റെപ്സ് പഠിച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ സ്റ്റെപ്പ് 1 നോക്കിയാൽ സ്റ്റെപ്പ് 1 വേറെ ഒന്നുമില്ല. ക്വസ്റ്റിന് തന്നിരിക്കുന്ന ഇൻഡെംനിറ്റി പീരീഡ് എടുത്തെഴുതുക. ഇൻഡെംനിറ്റി പീരീഡ് 6 months. അടുത്തത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. നമ്മൾ പ്രൊസീജിയർ ഉണ്ട്, കാണാതെ പഠിക്കണം. അപ്പോൾ ഈ ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസിയിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻഷുവേർഡ് സ്റ്റാൻഡിങ് ചാർജസ് മൈനസ് അൺഇൻഷുവേർഡ് സ്റ്റാൻഡിങ് ചാർജസ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് എത്രയെന്ന് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഓൾ സ്റ്റാൻഡിങ് ചാർജസ് ആണ്. അതായത് സ്റ്റാൻഡിങ് ചാർജസ് ഇൻഷുവേർഡും അൺഇൻഷുവേർഡും ആയിട്ടുള്ള മൊത്തം സ്റ്റാൻഡിങ് ചാർജസ് ഉൾപ്പെടെയുള്ള നെറ്റ് പ്രോഫിറ്റ് തന്നേക്കണം 1,50,000. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? അൺഇൻഷുവേർഡ് സ്റ്റാൻഡിങ് ചാർജസ്. അൺഇൻഷുവേർഡ് സ്റ്റാൻഡിങ് ചാർജസ് എത്രയാണ്? 25,000 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 5ാമത്തെ പോയിൻറ്റ് ക്വസ്റ്റ്യനിൽ 5ാമത്തെ പോയിൻറ്റ് സ്റ്റാൻഡിങ് ചാർജസ് അൺഇൻഷുവേർഡ് ആണ്. അത് 25,000 ഡിവൈഡഡ് ബൈ സെയിൽസ്. 5 ലക്ഷം എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ടേൺ ഓവർ ലാസ്റ്റ് അക്കൗണ്ടിങ് ഇയറിലെ ടേൺ ഓവറാണ് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ. അത് കഴിഞ്ഞ ലോസ് കണ്ടുപിടിക്കാനുള്ള സാധാ പ്രോബ്ലത്തിൽ നമ്മൾ പ്രീവിയസ് ഇയറിലെ ഗ്രോസ് പ്രോഫിറ്റ് തന്നെയാണ് എടുക്കുന്നത്. പ്രീവിയസ് ഇയറിലെ സെയിൽസ് തന്നെയാണ് എടുക്കുന്നത്. അത് 5 ലക്ഷം ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 25%. ഇനി അടുത്ത 3ാമത്തെ സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് ഷോർട്ട് സെയിൽ. അതായത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് വന്ന സെയിലും ഫയർ ഒക്കർ. ഇപ്പോൾ കഴിഞ്ഞ വർഷം ജനുവരി തുടങ്ങി ഫെബ്രുവരി വരെ ഇപ്പോൾ ഒരു 10,000 രൂപ സെയിലുണ്ടായിരുന്നു. ഈ വർഷം ജനുവരി ടു ഫെബ്രുവരിയാണ് ഈ ഫയർ ഒക്കർ ചെയ്തത്. അപ്പോൾ ആകെ 2,000 സെയിലുണ്ടായുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ ഫയർ ഒക്കർ ചെയ്യണ ഈ ഒരു കാലയളവിൽ കഴിഞ്ഞ വർഷം കിട്ടിയ സെയിലും ഈ ഫയർ ഒക്കർ ചെയ്ത് വരുന്ന സമയത്തെ സെയിലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഷോർട്ട് സെയിൽ. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് ടേൺ ഓവർ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 2,60,60,000 9ാമത്തെ പോയിൻ്റായിട്ട് തന്നിട്ടുണ്ട്. അതിൽ നിന്നും ആക്ച്വൽ ടേൺ ഓവർ ഡ്യൂറിങ് ഇൻഡെംനിറ്റി പീരീഡ്. എന്താ ഇൻഡെംനിറ്റി പീരീഡ്? ഫയർ ഒക്കർ ചെയ്ത പീരീഡ്. ആ ഫയർ ഒക്കർ ചെയ്ത പീരീഡിൽ എത്രയാണ്? 1 ലക്ഷം. അപ്പോൾ അത് തന്നിട്ടുണ്ട് നമുക്ക്. സ്റ്റാൻഡേർഡ് ടേൺ ഓവറിൽ നിന്ന് ആക്ച്വൽ ടേൺ ഓവർ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,60,000. അതാണ് നമ്മുടെ ഷോർട്ട് സെയിൽ. 4ാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഷോർട്ട് സെയിലിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. 1,60,60,000 ഇൻറ്റു ഗ്രോസ് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് 25%. 25% നമ്മൾ ഓൾറെഡി 2ാമത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. 25/100. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് എത്ര കിട്ടും? 40,000. നെക്സ്റ്റ് സ്റ്റെപ്പ് 5 നമ്മൾ കണ്ടുപിടിക്കുന്നത് അലവബിൾ അഡീഷണൽ എക്സ്പെൻസ്. അതിൻ്റെ പ്രൊസീജിയറിൽ ഒരു 3 ഐറ്റംസ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ചെറിയ ഐറ്റമാണ് നമ്മൾ അലവബിൾ അഡീഷണൽ എക്സ്പെൻസ് ആയിട്ട് എടുക്കുന്നത്. അതിലൊന്നാണ് ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് വർക്കിംഗ്.
ആദ്യത്തായിട്ട് ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് വർക്കിംഗ്, അത് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് വർക്കിംഗ് എന്ന് പറഞ്ഞ പോയിൻറ്റ് 10, ക്വസ്റ്റ്യനിൽ പോയിൻറ്റ് 10 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ 20,000 അങ്ങനെ എഴുതി. അടുത്തത് ഗ്രോസ് പ്രോഫിറ്റ് ഓൺ അഡീഷണൽ സെയിൽസ് ജനറേറ്റഡ്. ഗ്രോസ് പ്രോഫിറ്റ് ഓൺ അഡീഷണൽ സെയിൽസ് ജനറേറ്റഡ്, അഡീഷണൽ സെയിൽസ് ജനറേറ്റ് ചെയ്തത് ഇവിടെ എഴുതിയിട്ടുണ്ട് 11-ൽ. ഔട്ട് ഓഫ് ദിസ് ടേൺ ഓവർ 80,000 വാസ് മെയിൻറ്റൈൻഡ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് വർക്കിംഗ്. അതായത് ആ അഡീഷണൽ കോസ്റ്റ് വന്നതുകൊണ്ട് വന്ന ടേൺ ഓവർ 80,000, അതിൻ്റെ 25%, അതിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു നമ്മൾ. ഇനി മൂന്നാമത്തെ കേസ് ഒരു ഇക്വേഷൻ ഇട്ട് ചെയ്യാനുള്ളതാണ്. അതെന്താണ്? അഡീഷണൽ എക്സ്പെൻസ് ഇൻറ്റു, അഡീഷണൽ എക്സ്പെൻസ് ഓൾറെഡി 20,000 നമുക്കറിയാം. അപ്പോൾ 20,000 ഇൻറ്റു ഗ്രോസ് പ്രോഫിറ്റ് ഓൺ അഡ്ജസ്റ്റഡ് ടേൺ ഓവർ. അതിൻ്റെ താഴെ നോക്കിയേ, ഈ അഡ്ജസ്റ്റഡ് ടേൺ ഓവറിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ അഡ്ജസ്റ്റഡ് ടേൺ ഓവർ ഏതാണ്? അഡ്ജസ്റ്റഡ് ടേൺ ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫയർ ഒക്കർ ചെയ്യണതിന് മുമ്പ് ആനുവൽ ടേൺ ഓവർ, നെയിംലി ദ ടേൺ ഓവർ ഫോർ 12 months ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് ദ ഫയർ. അതായത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്ജസ്റ്റഡ് ടേൺ ഓവർ എന്ന് പറയുന്നത്. ഇമ്മീഡിയറ്റ്ലി പ്രൊസീഡിങ് ദ ഫയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ജാനുവരിയിലാണ് ഫയർ ഒക്കർ ചെയ്യണത്. അപ്പോൾ ഡിസംബർ തുടങ്ങി, അതുകൊണ്ട് ഈ ജാനുവരിയുടെ തൊട്ട് മുമ്പത്തെ 12 മാസം. അല്ലാതെ നമ്മളിവിടെ ഫിനാൻഷ്യൽ ഇയർ അല്ല എടുക്കുന്നത്. ഫയർ ഒക്കർ ചെയ്യണത് ഇപ്പോൾ ഓഗസ്റ്റിലാണ് ഫയർ ഒക്കർ ചെയ്യണമെന്ന് വിചാരിക്കുക. ഓഗസ്റ്റിന് തൊട്ട് മുമ്പത്തെ 12 മാസം. അതാണ് അഡ്ജസ്റ്റഡ് ടേൺ ഓവർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ അത് എത്രയാണ്? 5,20,000 ആണ്. ക്വസ്റ്റ്യനിൽ അത് വ്യക്തമായിട്ട് തന്നിട്ടുണ്ട് നമുക്ക് പോയിന്റ് നമ്പർ 7. അപ്പോൾ അതിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക 25%. അപ്പോൾ 1,30,000 കിട്ടി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? അഡീഷണൽ എക്സ്പെൻസ് ഇൻറ്റു ഗ്രോസ് പ്രോഫിറ്റ് ഓൺ അഡ്ജസ്റ്റഡ് ടേൺ ഓവർ ഡിവൈഡഡ് ബൈ ഗ്രോസ് പ്രോഫിറ്റ് ഓൺ അഡ്ജസ്റ്റഡ് ടേൺ ഓവർ പ്ലസ് അൺഇൻഷ്വേർഡ് സ്റ്റാൻഡിങ് ചാർജസ്. ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആകെ ഈ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അത് 1,30,000. 20,000 ഇൻറ്റു 1,30,000 ഡിവൈഡഡ് ബൈ 1,30,000 പ്ലസ് അൺഇൻഷ്വേർഡ് സ്റ്റാൻഡിങ് ചാർജസ് 25,000 നമുക്ക് തന്നിട്ടുണ്ട്. അത് ആഡ് ചെയ്യുക. എന്നിട്ട് അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 16,774 കിട്ടും. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ രണ്ടെണ്ണം 20,000, അടുത്തത് 16,774. ഇതിനകത്ത് ഏറ്റവും ചെറുത് ഏതാ? ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അലവബിൾ എക്സ്പെൻസ് ആയിട്ട്. അപ്പോൾ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ്? 16,774. അതാണ് നമ്മൾ അലവബിൾ എക്സ്പെൻസ് ആയിട്ട് എടുക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് 6, കാൽക്കുലേഷൻ ഓഫ് നെറ്റ് ക്ലെയിം. എങ്ങനെയാണ്? ലോസ് ഓഫ് പ്രോഫിറ്റ്. നമുക്ക് ഓൾറെഡി സ്റ്റെപ്പ് 4 നമുക്ക് ലോസ് ഓഫ് പ്രോഫിറ്റ് കിട്ടി. ഷോർട്ടേജ് വന്ന സെയിൽസിനാണല്ലോ, ഇത് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് എത്ര രൂപയുടെ ഷോർട്ടേജാണ് വന്നത്, അതിൻ്റെ പ്രോഫിറ്റാണല്ലോ നമുക്ക് നഷ്ടപ്പെടുന്നത്. കിട്ടാമായിരുന്ന ആ പ്രോഫിറ്റാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതാണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ 40,000 നമ്മൾ ഓൾറെഡി സ്റ്റെപ്പ് 4 അത് കണ്ടുപിടിച്ച് കഴിഞ്ഞ്, ഇനി അഡ്മിസിബിൾ ഇൻക്രീസ്ഡ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അഡ്മിസിബിൾ ക്ലെയിം നമ്മളിവിടെ എത്ര കണ്ടുപിടിച്ചു? 16,774. അപ്പോൾ ഈ ലോസ് ഓഫ് പ്രോഫിറ്റിൻ്റെ ഒപ്പം നമ്മൾ അത് ആഡ് ചെയ്യും. 56,774 കിട്ടും. അതിൽ നിന്ന് സേവിങ്സ് ഇൻ സ്റ്റാൻഡിങ് ചാർജസ്. ഇവിടെ നമുക്ക് സ്റ്റാൻഡിങ് ചാർജസ് എത്രയാണ് പറഞ്ഞേക്കണേ? ഇൻഷ്വേർഡ് സ്റ്റാൻഡിങ് ചാർജസും അൺഇൻഷ്വേർഡ് സ്റ്റാൻഡിങ് ചാർജസും ഒക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡിങ് ചാർജസ് 25,000 പെർ ആനുമാണ് ഇൻഷ്വേർഡ് സ്റ്റാൻഡിങ് ചാർജസ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻഡെമിനിറ്റി പീരീഡ് 6 മാസമാണ്. പെർ ആനുമാണ് തന്നേക്കണേ, അതായത് ഒരു വർഷത്തെയാണ് തന്നേക്കണേ. നമുക്ക് ഇൻഡെമിനിറ്റി പീരീഡ് 6 മാസമാണ്. അപ്പോൾ ബൈ 2 പകുതി എടുത്താൽ മതി. 12,500. അതെന്ത് ചെയ്യണം? ഇതിൽ നിന്ന് കുറയ്ക്കണം. 56,774 നിന്ന് 12,500 കുറയ്ക്കുമ്പോൾ നമുക്ക് 44,274 കിട്ടും. അതാണ് നെറ്റ് ക്ലെയിം. ഇതൊക്കെ പ്രൊസീജിയറിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളിവിടെ ചെയ്യണമെന്ന് മാത്രം. ഇനി ലാസ്റ്റ് ആവറേജ് ക്ലോസ് അപ്ലൈ ചെയ്യണത്. ഇവിടെ ആവറേജ് ക്ലോസ് അപ്ലൈ ചെയ്യണത് എങ്ങനെയാണ്? നമ്മുടെ നെറ്റ് ക്ലെയിം ഇൻറ്റു പോളിസി വാല്യൂ ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ്. ഇവിടെ ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസി അല്ലേ? കഴിഞ്ഞ പ്രോബ്ലത്തിൽ ബൈ ക്ലോസിംഗ് സ്റ്റോക്കാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ അതായത് സാധാ പ്രോബ്ലത്തിൽ ബൈ ക്ലോസിംഗ് സ്റ്റോക്കാണ്. ലോസ് ഓഫ് പ്രോഫിറ്റ് പോളിസിയിൽ പ്രോഫിറ്റാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 44,274 ഇൻറ്റു പോളിസി വാല്യൂ നമുക്ക് 1 lakh എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ അതാണ്, കവർ ഗ്രോസ് പ്രോഫിറ്റ് 1 lakh. 1 lakh ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് എത്രയാണ്? 1,30,000. അപ്പോൾ നമുക്ക് കിട്ടും 34,057. അതാണ് നമ്മുടെ അഡ്മിസിബിൾ ക്ലെയിം.